ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും വെൽക്കം. സ്വാഗതം. ഇന്ന് നമ്മൾ അതുപോലത്തെ കിൽറ്റ ട്യൂബിൻ്റെ ബാക്കി വന്ന പീസുകളൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടൊക്കെ കുറച്ച് ഹെയർ പിന്നുകൾ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഓർഗൻസ റിബണാണ് എടുത്തിട്ടുള്ളത്. ഇനി സാറ്റിൻ്റെ റിബണായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഏത് റിബണാണോ ഉള്ളത് വെച്ചാൽ അതെടുക്കാം. അവിടെ ഞാനിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു 10 സെൻറ്റിമീറ്റർ അളവിലിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ സെൻറ്ററിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒരു ബോക്ക് ആക്കുന്ന ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ റിബണിൻ്റെ കളറും സെയിം ആയത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ ഞാൻ നൂല് ബ്ലാക്ക് എടുത്തിട്ടോ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ റിബണ്. ഇനി നമുക്ക് രണ്ടാമത്തതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതുപോലെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ. നമ്മുടെ ഗിൽറ്റർ ട്യൂബ് ഇതുപോലെ റൗണ്ടിലൊന്ന് മടക്കി കൊടുക്കാം. ടൈറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് 2 സൈഡിൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച റിബൺസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ റിബണ് 2 സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിൽ സ്റ്റോൺസ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ അലിഗേറ്ററിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാൻഡി ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കി വന്ന് ഗിൽറ്റർ ട്യൂബ് വെച്ച് ചെയ്തതാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടാമത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അതുപോലത്തെ ഒരു ക്യാൻവാസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഫെൽറ്റ് ഷീറ്റാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഗിൽറ്റർ ട്യൂബ് ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. മൂന്ന് ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ ചെറിയ വീതി കുറഞ്ഞ ഒരു സെറ്റിൻ്റെ റിബൺ എടുത്തിട്ടുണ്ട്. അതൊരു ബോ ഷേപ്പിലാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അലിഗേറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിലും ഞാൻ ഈ ബ്ലാക്ക് സാറ്റിൻ്റെ റിബൺ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ച ഗിൽറ്റർ ട്യൂബ് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇത് അതുപോലെ നമ്മുടെ ഗിൽറ്റർ ട്യൂബ് ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു പകുതി വരെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഒരു പകുതി വരെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. അതുപോലെ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് അത് നമ്മുടെ ക്യാൻവാസ് പേപ്പറിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ അലിഗേറ്ററിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അലിഗേറ്റർ ക്ലിപ്പ് ഞാനിത് അതുപോലെ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്ലിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാലാമത്തെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നാലാമത്തെ ഞാൻ അതുപോലെ ഒരു ഫോം ഷീറ്റിൽ ഗിൽറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. അതിലൊരു ഇയർ ഷേപ്പ് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഷേപ്പ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ. ഇനി ഇതിലെന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സൈഡൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ഗിൽറ്റർ ട്യൂബ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി സ്റ്റിക്ക് ചെയ്ത ഈ റൗണ്ട് ഷേപ്പ് നമ്മുടെ ഈ ഫോം ഷീറ്റിലോട്ടൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 2 കണ്ണുകൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബീഡ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ കണ്ണുകൾ നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ, അതുപോലത്തെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്ത് നന്നായിട്ടുണ്ടാവും. ഇനി നമ്മുടെ അലിഗേറ്ററിലോട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി 4 ഹെയർ ക്ലിപ്പുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകളിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.